ഇവിടെ നോക്കടാ, ശ്രദ്ധിക്കടാ. ഫസ്റ്റ് പീരീഡ് തന്നെ മാത്സ് സാറ് പഠിപ്പിക്കുകയാണ്. ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോസ് എക്സ്, സൈൻ എക്സ്. നമ്മുടെ ഉള്ളിലൊരു ക്രിമിനൽ ഇല്ലേ? നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ക്രിമിനൽ ഉണ്ട്. ഈ ക്രിമിനലിനെ, ഉള്ളിലുള്ള ക്രിമിനലിനെ വലിച്ചു പുറത്തേക്ക് ഇടാൻ വളരെ സിമ്പിളാണ്. ശരിയാണോ? ഉള്ളിലുള്ള ക്രിമിനലിനെ വലിച്ചു പുറത്തേക്ക് ഇടാൻ വളരെ സിമ്പിളാ. പക്ഷെ ഉള്ളിലേക്ക് ഒതുക്കി ചവിട്ടി കൂട്ടി ഉള്ളിലേക്ക് ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണോ? ചിലപ്പോൾ ചില ആളുകൾ, ചില നാഗവല്ലികൾ നമ്മുടെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും. ചിരിക്കുന്നുണ്ടല്ലേ അവള്? യെസ്, ചില നാഗവല്ലികളെ നമ്മൾ നേരത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയ സമയത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് വരും നിങ്ങൾ. യെസ്, എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നതേ ഈ 4 കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. എല്ലാ പ്രശ്നങ്ങളും നടക്കുന്നത് ഈ 4 കണ്ടീഷനുമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ്. ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു സംഭവത്തിനെയാണ് നിങ്ങൾ പറയുക മാനേജ്മെന്റ് എന്ന് പറയും. എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രശ്നങ്ങൾക്കുള്ള പ്രശ്നത്തിന്റെ ഉള്ള കാരണവും സൊല്യൂഷനും എവിടെ തന്നെ ഉണ്ട്? നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. നമ്മളിപ്പോ കണ്ടു, നമുക്ക് ചുറ്റും തന്നെ അല്ലേ എല്ലാ പ്രശ്നങ്ങളും. ഇനി നിങ്ങൾ നോക്കിക്കോ, ഒരു പ്രശ്നം നിങ്ങൾ വീട്ടിൽ രൂപപ്പെട്ടു. അച്ഛനും അമ്മയും തമ്മിൽ ഭയങ്കരമായ അടിയാണ്. ഈ ഭയങ്കരമായ അടി നടക്കുന്ന സമയത്ത് നമ്മുടെ സ്കൂളിനെ ബാധിക്കും, പേഴ്സണലായിട്ടുള്ള നമ്മുടെ ലൈഫിനെ ബാധിക്കും, ഫ്രണ്ട്സിനെ ബാധിക്കും. ശരിയാണോ? വീട്ടിൽ തന്നെ വളരെയധികം മൂഡ് ഓഫ് ആയിട്ട് അടി നടന്ന് അച്ഛനും അമ്മയും അടി കൂടി നമ്മൾ വന്ന് സ്കൂളിൽ എത്തുന്ന സമയത്ത് നമ്മളോട് ചോദിക്കുകയാണ്, എടാ 2 പേനുണ്ടോ? അപ്പം നമ്മളെന്ത് പറയും? എൻ്റെ 2 പേന, ഞാനിവിടെ 2 നിൽക്കുമ്പോഴാണ് എൻ്റെ 2 പേനാന്ന് പറയും നമ്മള്. യെസ്, ഞാൻ തന്നെ ഇവിടെ 2ആയിട്ട് നിൽക്കുകയാണ്. യെസ്, അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കൂളിലെത്തി നമ്മൾ പേഴ്സണലായിട്ട് നമ്മൾ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. ഫസ്റ്റ് പീരീഡ് തന്നെ മാത്സ് സാറ് പഠിപ്പിക്കുകയാണ്. ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കോസ് എക്സ്, സൈൻ എക്സ്. അപ്പൊ നമ്മളിങ്ങനെ ക്യൂരിയസ് ആയിട്ടിരിക്കും. നമ്മളിങ്ങനെ എവിടെയോ പോയി ഇവിടെ നോക്കടാ, ശ്രദ്ധിക്കടാ. ആര് പറയും? സാറ് പറയും. സാറ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവോ? അപ്പൊ നമ്മൾ ഇങ്ങനെയാണോ ഇരിക്കുക? ഇനി ഒന്ന് ശ്രദ്ധിച്ചേക്കാം, ചീത്ത കിട്ടിയല്ലോ, അടുത്തത് പോരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമോ? നമ്മള് ഒരിക്കലും ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യും? ഈ കോലമോടം രാവിലെ തന്നെ വന്നിട്ട് മനുഷ്യനെ ഗതി അടിപ്പിക്കാനായിട്ട് അല്ലേ? എന്ത് ചെയ്യും ഇയാളെ?